വെച്ചാൽ ഓനെ അടുത്ത് ലീവ് വരുമ്പോക്ക് ഈ മുകളിലത്തെ കംപ്ലീറ്റ് പരിപാടി തീർക്കണം എന്നുള്ള ഒരു ഇതിൻ്റെ അകത്താണ് ഓനിപ്പോ തുടങ്ങാം. ആ നിങ്ങക്ക് വേണ്ടേ ഒരേ ഡിസൈൻ അല്ലേ? ഏടാ വേണമെന്ന് പറഞ്ഞാ നീ എനിക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു സാധനം ഞാൻ പോയി വരുമ്പോ കൊണ്ടുവന്നിട്ടില്ല, അത് കൊടുക്കാൻ വേണ്ടി ചെയ്യല്ലോ. ഏടാ അമ്പടാ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എച്ചൂട്ടൻ എനിക്ക് പറയൂലല്ലേ എച്ചൂട്ടാ? എച്ചൂട്ടന് മാലയെല്ലാം ഉണ്ടോ? മാല കൊണ്ടത്തെ എച്ചൂട്ടാ പറഞ്ഞട്ടെ. അപ്പൊ കൊറേ ആയി വീഡിയോ ഒന്നും എടുക്കാതെ, അപ്പൊ ഇന്ന് നമ്മള് മാത്രം എടുത്ത ഒരു വീഡിയോ പിന്നെ ഞാൻ കൊറേ ഷോർട്സ് എടുത്തിരുന്നു. അത് ആപ്പന്റെ വീട്ടിൽ പോയിട്ട് എടുത്തേട്ടാ. കൊറേ ആള് കമന്റ് അച്ഛനാന്ന് കേട്ടില്ല, അങ്ങനെ വെച്ചിട്ട് ആപ്പന്റെ വീട്ടിൽ കുറച്ച് ദിവസം നിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആടുന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെന്താ പറയണ്ടേ, വീട്ടിൽ അഞ്ച് സ്കൂളിൽ പോയിട്ടല്ലേ, ഓനും ഇല്ല, വീഡിയോ എടുത്തേക്കാ. പിന്നെ ഇവരെ കൊണ്ട് ഭയങ്കര ഇതായിട്ട് ബിൽഡപ്പ് എല്ലാം കൊടുത്തിട്ട് മുമ്പിൽ വരാന്ന് വിചാരിച്ചിട്ട് കുറെ നേരമായി ഞാനിത് പറയിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ ഇവർ പറയുന്നതിൽ ഒരു ബിൽഡപ്പ് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പൊ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ട ഷോർട്സ് വീഡിയോ നീ ബ്ലോഗ് ഇട്ട് പോയി നിറഞ്ഞ ശേഷം ആരും കാണില്ലല്ലോ. പക്ഷേങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും ഏട്ടന് വീട് ഇല്ലാത്ത സമയത്ത് ഇതാ ഇവർ രണ്ടും കൂടിയിട്ട് ക്യാമറ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാം സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാള് കണ്ടത് കാണുന്നപ്പോ എല്ലാരും കാണും ചെയ്യുന്നല്ലേ, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിന്. അപ്പൊ അല്ല ഞാൻ ഞെട്ടിപ്പോയിന് കേട്ടാ. എല്ലാ പരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ കൊടുത്ത ക്യാമറ നോക്കല്ലേ ഇന്നാ പറ. ചിരിപ്പെല്ലാം പോയിട്ട് കൈതാത്തോ ക്യാമറ നോക്കലൊക്കെ നോക്ക്. നമ്മള് പോന്ന എത്തി നോക്കാം അങ്ങോട്ടേക്ക്. എന്നെയും കൂടി എന്നോട് പറഞ്ഞ പോലെ ആക്ക്. മതി പറച്ചങ്ങ തുറന്നിരിക്കും. അടച്ചോ പിന്നൊക്കെ വിളിക്കേ, മുഖത്ത് നോക്കി പൊടിപ്പറ. നല്ലോണം കൂട്ടം കൂടി, നല്ലോണം കൂട്ടം കൂടി. ചിരിക്കുക, കൂട്ടുകൂടി കൂട്ടും കുടിക്കുക. നല്ലോണം കൂട്ടം കൂടി. അങ്ങോട്ട് മുകളിലോട്ട് നോക്കിട്ട് മുകളിലോട്ട് കൂട്ടം കുടിക്കാം. എന്നാ കളിക്കും ചോദിക്ക്. ഇവരെന്നെ ഒറ്റക്കെടുത്ത് നിങ്ങളിപ്പോ എന്റെ സൗണ്ടിനൊരു മാറ്റം തോന്നില്ലേ? ഞാൻ പോയി വന്നതിന് ശേഷം എന്റെ സൗണ്ടെല്ലാം ആകെ അടഞ്ഞ് തണുപ്പ് പിടിച്ചിട്ട് സൗണ്ട് അടഞ്ഞ് ആകെ മൊത്തത്തിൽ ചെറുങ്ങനെ സൈഡായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് അപ്പോൾ എവിടെയാ പോയിന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അത് പോയ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന സാധനമായി ഇത്. നോട്ടം നോക്കണം. ഇവൻ ആരടാ ഇവൻ? എവിടുന്നടാ ഇവൻ നോട്ടം? ഈ മാല കണ്ടാലും മനസ്സിലാകാത്തവർക്ക് ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ഞാൻ എവിടുന്ന വന്നത് മനസ്സിലാകും. 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഏടിയാനോ എന്നുള്ളത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. അതാ ആടുന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ സാധനം ഇതേപോലെ. ഇത് കണ്ടാലും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എവിടുന്നാ വന്ന് എങ്ങോട്ടാ പോയെന്നുള്ളതല്ലോ. അപ്പോൾ പക്ഷേ ഇടുന്ന വീഡിയോൻ്റെ കമൻറ്റിലെല്ലാം കുറേ ആൾ പറഞ്ഞിന് എവിടെയാ പോയിനെന്നല്ല, അവരെല്ലാം ഗസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടിന്. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലായിന് എങ്ങോട്ടാ പോയിന്, ഈ ടൈമിന് എങ്ങോട്ടാ പോയിട്ടുണ്ടാവുന്നല്ലോ കുറേ ആൾക്ക് മനസ്സിലായിന്. ചൂട്ടാ മോനെ. പിന്നെ ചൂട്ടിന്റെ ചോറ് കൊടുക്കല് ആയി കേട്ടാ. ഈ മാസാന്ന് ചോറ് കൊടുക്കല് കഴിയാത്തതുകൊണ്ട് എനിക്ക് ഇതില്ല, ചൂടിന് ഇതില്ല കേട്ടാ. അരവണ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എങ്കിലും അവൻ്റെ ചോറ് കൊടുക്കൽ കഴിയാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് ഈ മാസം, അതായത് ഈ ജനുവരി മാസം 30 നമുക്ക്
ചോറ് കൊടുക്കൽ നടത്തണം. കാരണം 6-ാം മാസമാണ്. അപ്പോൾ അതിലടക്ക് നമുക്ക് ഈ മാസം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ചോറ് കൊടുക്കൽ പരിപാടിയെല്ലാം നടത്തും. നമ്മുടെ നാട്ടിൽ ഉള്ള അമ്പലത്തിൽ, നമ്മളെ അടുത്തുള്ള തന്നെ ഒരു അമ്പലത്തിൽ തന്നെ നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു പരിപാടിയും കൂടി വരാനുണ്ട്. അപ്പം പിന്നെ എല്ലാം കൂടി ഞാൻ വന്നിട്ടാകുമ്പോൾ ചെയ്യാന്നുള്ള ഇതിനകത്താണ് നിന്നത്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവും അല്ലേ? കാരണം എനിക്ക് തന്നെ പറയുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് പറയുന്ന പോലെ തൊണ്ടയെല്ലാം അടഞ്ഞിട്ട് അത് തണുപ്പ് പിടിച്ച് തൊണ്ട അടഞ്ഞ് മൊത്തത്തിലൊരു ഇത് വന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അധികം ഒന്നും വർത്താനം പറയാൻ പറ്റുന്നില്ല. നമുക്ക് ബാക്കി ഇപ്പം ഇന്നത്തെ വീഡിയോ എടുത്തതിൻ്റെ ഉദ്ദേശങ്ങളൊന്ന് ഞാൻ വന്നു എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് പറയണം, അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് ഭയങ്കര ബോറടിയാണ്. ഞാൻ വീടില്ലാത്തതുകൊണ്ട് തീരെ ഒന്നിനും ഒരു ഇതില്ലാന്നാണ് പറയുന്നത്. എല്ലാവരും ഭയങ്കര മൂഡ് ഓഫിലാണ് ഉള്ളത്. അപ്പോൾ അമ്മ എവിടെയോ കല്യാണത്തിന് പോയി, ഒറ്റക്ക് പോയിട്ട് നോക്കുമ്പോൾ അമ്മക്കാട് നിക്കപ്പുറത്തി ഇല്ലേന്നു എന്നാണ് പറയുന്നത്. എന്നെ ചോദിച്ചിട്ട് വേറെ ഒന്നല്ല, സായുജ് എവിടെയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അല്ലേ. അപ്പോൾ നമുക്കിനി പിന്നെ ഇവിടെ വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കലാണ്. അപ്പോൾ വീടിൻ്റെ പണീൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാമെന്ന് വെച്ച് കുറച്ച് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ലിൻഡർ വാർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതാ കല്ല് വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വാർപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇവിടെ ഇതാ പലകയെല്ലാം അടിച്ച് ഇവിടെ വാർപ്പിൻ്റെ എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി എല്ലാം പണിയെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്കുള്ള കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ വാർത്ത് അപ്പോൾ സംഭവം പെട്ടെന്ന് തന്നെ സെറ്റാവും. പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഏകദേശം ഉള്ളിലേക്കുള്ള എല്ലാ സെറ്റപ്പ് സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വരണത്ര. ഇനി എല്ലാ കാര്യങ്ങളും ഇനി ഒന്നേന്ന് തുടങ്ങണം. കാരണം താഴത്തതുപോലെ തന്നെ മുകളിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആക്കി എടുക്കണം. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്നെ അടുത്ത് ലീവ് വരുമ്പോൾക്ക് ഈ മുകളിലത്തെ കംപ്ലീറ്റ് പരിപാടി തീർക്കണം എന്നുള്ള ഒരു ഇതിൻ്റെ അകത്താണ് ഓനിപ്പോൾ തുടങ്ങാൻ പറഞ്ഞതും പെട്ടെന്ന് നമ്മൾ നോക്കുന്നതും. വരുമ്പോൾ തന്നെ ഏകദേശം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതധികം ടൈം എടുക്കില്ല. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോയിൽ പിന്നെ ഏട്ടത്തീൻ്റെ ഒന്നിച്ച് ഉണ്ടായത് ആരാണെന്നുള്ള കമൻറ്റിൽ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛനാണോ അത്, ഏട്ടത്തിയുടെ അച്ഛനാണോ ആരാണെന്നുള്ള ചോദ്യം അതിൽ കുറേ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരല്ല, നമ്മുടെ ആപ്പനാണ്. അതായത് അച്ഛൻ്റെ നേരെ അനിയൻ. പുന്നാടാണ് സ്ഥലം. അവിടെ പോയിട്ട് കുറച്ച് ദിവസം നിന്നിട്ടേനും ഉള്ളത്. കാരണം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം അങ്ങോട്ട് പോയി നിൽക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടേനും ഉള്ളത്. അപ്പോൾ ആടെ എടുത്ത വീഡിയോ അത് ആപ്പനാണ്, ഏട്ടത്തിൻ്റെ അച്ഛനല്ല. ആൻറ്റി എത്തിയിരിക്കുകയാണ്. ആൻറ്റി വന്ന പാടന്നെ പതിനേനും എല്ലാം അയച്ചിട്ടുണ്ട്. ഹലോ, ഏട്ടനെ കണ്ട സന്തോഷത്തിലാണ്, ചിരിയല്ലോ. എവിടെ എന്ന് വെച്ചിട്ടാ എന്തിനാ കാത്തുനിക്കുന്നേ? അമ്മ എന്തിനോ കാത്തുനിക്കുന്നുണ്ട്. നീ അന്നിക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു സാധനം ഞാൻ പോയി വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അത് കൊടുക്കാൻ വേണ്ടിട്ട് അന്ന് കണ്ണടച്ച് നിന്നാട്ടെ. അന്ന് കണ്ണടച്ച് അന്നിക്ക് എന്നാ ഞാൻ കൊണ്ടുവരുന്നു പറഞ്ഞു. കൊറേ ആയി പറയുന്നു മാല കൊണ്ടുവരുന്നാണേ പറഞ്ഞ്. അപ്പൊ ഞാൻ അന്നിക്ക് മാല കൊടുക്കലാണ്. അങ്ങോട്ട് നോക്കിക്ക, അങ്ങോട്ട് തന്നെ നോക്കിക്കേ. മാല ഞാൻ ഇട്ട് തരുവാന്ന്. അയ്യ ഇട്ട് തന്നിട്ടാകുമ്പോ നോക്കാവേ കേട്ടാ. നല്ല അടിപൊളി മാലയാണ്, കളർഫുൾ മാലയാണ്. നല്ല കളർഫുൾ സാധനം ഞാൻ വാങ്ങിയത്. ഇതും പെൺകുട്ടികളെ മാലയാടാ. പറ്റിക്കാൻ പറ്റിക്കാൻ നോക്കി ഞാനാകെ ഇതായിപ്പോയി. അമ്മിക്ക് കൊണ്ടുവന്നെ ഞാൻ ഇതാണ് അമ്മിക്ക് കൊണ്ടുവന്നെ ക്ലിപ്പ് തലയിലിടുന്നത്. അതിന് ആ ക്ലിപ്പ് ഇടുണ്ടോയ്ക്ക് അമ്മി? ഞാൻ ക്ലിപ്പ് ഇടില്ലല്ലോ സാപ്പിനോട്. മോനെ അമ്മീന്റെ മാല വലിയ മാലയാ സാഹിബ് ക്ലിപ്പെല്ലാം കൊണ്ടുവന്നല്ലേ? ക്ലിപ്പിന്റെ മാലയല്ലോ. മാല സൂപ്പറല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പാവം ഭയങ്കരത്തേക്ക് ഒരു മാല കിട്ടിയാൽ മതിയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഇത് വേറൊരാള് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിയത്. അയാളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കണം. കളർഫുൾ സാധനങ്ങൾ തന്നെ വേണം, എല്ലാ കളറും. ഞാൻ പറഞ്ഞിട്ടേ ഇല്ലേ ഞാൻ കൊണ്ടുവന്ന സാധനം ക്ലിപ്പിട്ട് കൊടുക്കുന്ന ക്ലിപ്പെല്ലാം ഇട്ട്
ഒരാളിതാ കൊറേ ക്ലിപ്പ് ആയിട്ട് വന്നു ഇപ്രാവശ്യം വരുമ്പോ. ആ നിങ്ങൾക്ക് വേണ്ടേ? അത് അമ്മ പറയുന്നുണ്ട് ഒന്നിന് ഒരേ തന്നെ മൂന്നെണ്ണം ഒരേ ഡിസൈൻ അല്ലേ? ഏടാ എല്ലാരും ക്ലിപ്പുണ്ട്. ഇത് രാവിലെ ഞാൻ എണീക്കാൻ കുറച്ച് നേരം പോയി. ഇവൻ സ്കൂളിൽ പോകുന്നതിലടക്ക് ഞാൻ എണീച്ചിട്ടില്ല. അപ്പൊ ഇവൻ പോകുമ്പേ പറഞ്ഞോണ്ടാവരും പോയിന് മാല മാല മാലാന്ന്. അതുകൊണ്ടാണ് ഇവൻ വരുമ്പം തന്നെ ഞാനിവിടെ എടുത്ത് വെച്ച് വന്ന പാടന്നെ കൊടുത്തിന്. ഇയാൾക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ വന്ന് പിന്നെ നമ്മളെ വീട് പണി ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ടെല്ലാം പോയി അങ്ങനെ ഇതായിട്ടാണ് ഉള്ളത്. പറയുന്നതിൽ അത്ര ക്ലിയർ ആണോ എന്നറിയില്ല. സൗണ്ട് മൊത്തത്തിൽ അങ്ങനെ അടഞ്ഞ പോലെ ഉള്ളത്. 2 ദിവസം കൊണ്ട് ശരിയാവും എന്ന് വിചാരിക്കുന്നു. അൻവീനെ കൊണ്ട് ഇന്ന് സ്വാഗതം പറയിക്കാനായിട്ടില്ല. അപ്പോൾ അൻവി ഇന്ന് ടാറ്റ ബൈ ബൈ അൻവിയുടെ വക പറയുന്നതായിരിക്കും അല്ലേ അമ്മി? അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അല്ല മൊത്തം പറ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഏടാ ഉറക്കം തൂങ്ങിയ വൈ വൈ. ആ ഏച്ചിന്റെ ഭാഷയിലും ബൈ ബൈ. അപ്പൊ ഓക്കെ.